ഷെഫി പറയുന്നത് ശരിയാണ്. ഷെഫി കാണുന്നതിന് മുമ്പ് ഒന്നും സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, അത് കാണാതെ എങ്ങനെയെങ്കിലും നമ്മളാ ഒരു കുറ്റം ഒരാളറിയാതെ എങ്ങനെയെങ്കിലും നമ്മളതിന് രക്ഷപ്പെടണമെന്നാണ് എല്ലാവരും നമ്മളിന്ന് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുക. അതേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇനി ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ നീ നിന്റെ ഭാര്യന്റെ അവിഹിതം പറഞ്ഞിട്ടല്ലേ റീച്ച് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പൊ തെറ്റായിട്ടുള്ള കുറേ ധാരണകള് കുറേ സോഷ്യൽ മീഡിയ റിയാക്ടേഴ്സ് ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സത്യാവസ്ഥ അവർക്ക് അറിയാൻ പോലും, എന്നിട്ടും എന്താ പറയണത്, അവർ തെറ്റായിട്ടുള്ള ധാരണകൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചിറക്കുകയാണ്. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലി കാര്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ റീസണ് ഇന്നലെയോ അതിന് മിനിഞ്ഞാന്നോ അതിൻ്റെ പിറ്റേന്നോ ഉണ്ടായിട്ടുള്ള ചില വീഡിയോസുകൾ കാരണമാണ് ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോണത്. സ്വാഭാവികമായിട്ട് നിങ്ങളെ ഭാര്യൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിൻ്റെ അടുത്തുനിന്നോ ഞാൻ ഈ കാണിച്ചു തരുന്ന പോലുള്ള ചാറ്റുകൾ, എൻ്റെ പേര് എൻ്റെ എക്സ് വൈഫ് വിളിക്കുന്ന പേരാണ് ഷെഫി എന്നുള്ളത്. അപ്പം അതിൽ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു ചാറ്റിൽ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ പേര് ആണ് ജംഷീർ എന്ന് പറയുന്ന ജംഷുട്ടൻ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ചാറ്റ് കണ്ടാൽ നിങ്ങളെ വൈഫാവട്ടെ ഭാര്യ ആവട്ടെ നിങ്ങളെടുക്കുന്ന ഡിസിഷൻ എന്താകും എന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് ഇടുക. ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അവസാനം വരെ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റ് ഇടാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് ഇത്രയും മോശമാക്കി വെച്ചിട്ടുള്ളത് ആ ഒരു സ്ത്രീയും അവരുടെ കുടുംബം തന്നെയാണ്. ഈ ഒരു സ്ത്രീയും ഇവരുടെ കുടുംബമാണ്. ഇപ്പം നമുക്കൊരു വ്യക്തിക്കൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതും ആ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് വളരെ എക്സ്ട്രീം ലെവലിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിലോട്ടാണ് പോണ് എന്നുള്ളത് നമുക്ക് ചാറ്റിൽ കണ്ടാൽ മനസ്സിലാവും. ഒരു വ്യക്തിൻ്റെ റിലേഷൻഷിപ്പിൽ അവർ ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ മാത്രം തേടിപ്പോയതാണെങ്കിൽ അവർ ബാക്ക് ടു നോർമലിലോട്ട് വരും. പക്ഷേ ഒരു വ്യക്തി, അത് ഭാര്യ, ഒരു ഭർത്താവിൻ്റെ മുതൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ, അല്ലെങ്കിൽ മക്കളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പിൽ ആ ഫാമിലി ബ്രേക്ക് ചെയ്ത് പോവുക. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ചാറ്റ് ഇതാണ്. ശ്രദ്ധിച്ച് കേട്ട് വായിച്ചു നോക്കുന്ന സംഭവം. നല്ല രീതിയിൽ ഒരു കുടുംബത്തിൽ നിന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒരു വാടക വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വാടക കൊടുക്കുന്നത് ആരാ? ആ വാടക കൊടുക്കുന്നതിൻ്റെ ഒരു ചാറ്റാണ്. ഇതാണ്ടോ എൻ്റെ എക്സ് വൈഫിൻ്റെ കാര്യം വേണം. കാരണം ഇവർ തന്നെയാണ് തെറ്റായിട്ടുള്ള ഈ ഒരു കാര്യം പബ്ലിക്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണത്, അടിച്ചിറങ്ങുന്നത്. ഞാനിപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം ഇതെൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ മക്കളെ ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഉമ്മാൻ്റെ കുറ്റങ്ങൾ പറയും. നിങ്ങൾക്കത് പറയാൻ എളുപ്പമുണ്ടാവും ഈ വീഡിയോസ് കാണുന്ന ആളുകൾ. എന്നാൽ അങ്ങനത്തെ ഒരു കുറ്റം മക്കളെ ഉമ്മാനെ പറ്റിയിട്ട് കുറ്റം പറയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മക്കളെ ഉമ്മ അടങ്ങി ഒതുങ്ങി അവനാനെ കാര്യങ്ങൾ തെറ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാ വെച്ചാൽ മക്കൾക്ക് ബാധിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുക വേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ചാറ്റ് ഇതാണ്. ഇതിലെന്താ ചെയ്തിട്ടുള്ളത്? ഇത് വാടക കൊടുക്കാനുള്ള പൈസയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ഗൂഗിൾ പേ ചാറ്റിങ് നമുക്കൊരു ഫേക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ആയിട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി? ഇവർ പറയുന്ന കാര്യമാണത്, അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. അത് പബ്ലിക്കിനോടെ പറയാൻ പറ്റുള്ളൂ ഞാൻ ഉണ്ടാക്കിയതാണുള്ളത്. ഒരിക്കലും ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ലീഗലായിട്ട് ഇത് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കണം അതേ കാര്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ പേ ചാറ്റിൽ നിന്ന് ഇതിൻ്റെ ഒറിജിനൽ എടുക്കാൻ പറ്റും. ഒരിക്കലും ഞാൻ ഇപ്പോൾ ഒരു വർഷം മുന്നേ ഇവർ യൂട്യൂബിൽ നോക്കിയാൽ മതി, ആ കേസ് ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഇവർ പറഞ്ഞെന്താണെന്നറിയോ? എനിക്ക് കുറച്ച് ഫോളോവേഴ്സായി, അതുകൊണ്ട് എനിക്ക് കുറച്ച് റീച്ച് ആയപ്പം ഒരു നാട്ടുംപുറത്തുകാരി ആയിട്ടുള്ള ഞാൻ പറഞ്ഞ വിശ്വസിക്കണ്ട, ഹൈസ് എന്ന് പറയുന്ന റിയാക്ടേഴ്സിന്റെ വീഡിയോസിൽ ഒരു വർഷം മുന്നേ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് കാലം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രിറ്റി ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്.
കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാണ്. ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തോണ്ട് എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിൽ എടുത്തിരുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് 33-ാമത്തെ വയസ്സില്. ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാണ്. എനിക്ക് 3 പ്രസവിച്ചപ്പോൾ എനിക്ക് സൗന്ദര്യമില്ല. അതുകൊണ്ട് ഇയാൾക്ക് കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉണ്ടായപ്പം എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയതാണ്. എന്തിനാണ് ഈ നുണ പടച്ചിറക്കിയാണ്ട് ആളുകളുടെ ഇടയിൽ എന്നല്ല ഈ നാണം കെടുത്തുന്നത്? ആക്ച്വലി ഈ പിള്ളേരെയാണ് നാണം കെടുത്തുന്നത്. 2ാമത്തെ ചാറ്റ് ഇതിൽ തന്നെ ചാറ്റിലുണ്ടാവും. 2ാമത്തെ ചാറ്റ് കണ്ടോ, 3ാമത്തെ ചാറ്റ് കണ്ടോ, 4ാമത്തെ ചാറ്റ് കണ്ടോ? ഇത്രയും ചാറ്റുകൾ കണ്ടാൽ ഈ വീഡിയോസ് കാണുന്ന നിങ്ങളെന്താ ചിന്തിക്കുക? ഇത് മതിയോ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാൻ മതിയോ? ഞാൻ നിങ്ങളോടാണ് ചോദിക്കണത്, ഇത് മതിയോ? കുറ്റങ്ങൾ ഒരുപാട് ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ടാവും. അത് ഇവർ തന്നെ പടച്ചു വിടുന്നതാണ്. മിഠായി മേടിക്കാൻ വേണ്ടി കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ശത്രുക്കളുണ്ടാക്കി വെക്കുകയാണത്. എവിടെ കിടക്കുന്ന ആളുകൾ എന്നെ വന്ന് അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് എന്നെ വന്ന് റിയാക്ട് ചെയ്യും. ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കും. ഒരു പരിധി വരെ ഞാൻ ക്ഷമിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യും. ഇത്രയും ചാറ്റുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്തേ കാരണം പറ. അപ്പം നല്ല രീതിയിൽ ഇപ്പം ഇതിൽ കമൻ്റ് ഇടുന്ന ആളുകളുണ്ടാവും. നിങ്ങളെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പോയിട്ട് വാടക വീട്ടിൽ നിന്നാൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്തേ കാരണം? അതേ ഡിസിഷനെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഈ ചാറ്റൊക്കെ നടക്കുന്നത് 2021 2022 വീണ്ടും ആ വീഡിയോസ് ബാക്കിലോട്ട് പോവാ. അവിടെ എഴുതിയിട്ടുണ്ടാവും ചാറ്റിൽ 2021 2022 നടക്കുന്ന ചാറ്റാണ്. ഇന്ന് 2026. ഈ 3 വർഷം ഞാൻ എവിടെ പോയാലും, ഞാൻ ആരെ കൂടെ പോയാലും, ഞാൻ എന്തിനു പോയാലും അത് ഈ ഒരു വ്യക്തി അറിയേണ്ട കാര്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഞാൻ ഒഴിവാക്കിയിട്ട്, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൊരു വ്യക്തിനെ അറിയേണ്ട കാര്യമുണ്ടോ? ഇനി ഞാൻ എവിടെ പോകുന്നു, ആരെ കൂടെ പോകുന്നു എന്നുള്ളത്. അവരെ ലൈഫിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവരെ ഫാമിലിനെ വിളിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് ഒന്നല്ലേ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകണം. എന്തിന് പിന്നെ മറ്റുള്ള ബാധ്യതകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കണം, അല്ലേ? ഇനി ഇത്രയും ചാറ്റുകൾ ഞാൻ അയച്ചു കൊടുത്ത പൈസ നിങ്ങളെ ഭാര്യ, ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ ഒരു ബോയ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങൾ അയച്ചു കൊടുത്ത പൈസ നിങ്ങളെ ഭാര്യൻ്റെ കാമുകന് അയച്ചു കൊടുത്തിട്ട് കാമുകന് അയച്ചു കൊടുത്താൽ എന്തൊക്കെയാണ് അവസ്ഥ? നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കും? ഓക്കെ, പൈസ അയച്ചു കൊടുക്കാതെ നോക്കാത്തൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് റീസൺ ഉണ്ട്. നീ എന്നെ നോക്കിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയി എന്നുള്ളത്. നമ്മൾ നോക്കിയിട്ടുള്ളൊരു വ്യക്തിയാവുമ്പം അതും പോരാഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഗതിയില്ല വരഗതി ഇല്ലാതെ ഒരു സെക്കൻഡ് മാരേജ് ആയിട്ട് തെണ്ടി തിരിഞ്ഞാണ്ട് ഒരുത്തന്നെ 1.5 വർഷത്തോളം ഊമ്പിച്ച് സ്നേഹിച്ച് മൂഞ്ചിച്ച് കൊണ്ടു കിടന്നിട്ട് അവസാനം അവർക്ക് തെറ്റില്ല. ആദ്യം ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആക്കി, അവൻ ഡിവോഴ്സ് ആക്കിയതിന് അതിന് തെറ്റില്ല. വേറെ ഒരുത്തൻ പ്രേമിച്ചാണ്ട് 1.5 വർഷം കൊണ്ടു കിടന്നുകൊണ്ട് ചപ്പിച്ച് അവർ ചണ്ടിയാക്കി വിട്ടപ്പം അവനും തെറ്റില്ല. എൻ്റെ മനസ്സിനൊരു ഇഷ്ടം തോന്നി, ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുകയാണ് കല്യാണം എന്ന് പറയുന്ന സമ്പ്രദായം എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാനതൊരു ഫസ്റ്റ് മാരേജിൽ, ഞാൻ ഫസ്റ്റ് മാരേജും അവർ സെക്കൻഡ് മാരേജും. അല്ലാണ്ട് എനിക്ക് പെണ്ണിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരോ അയൽവാസികളോ നോക്കിയിട്ടാണ് എന്നെ പെണ്ണിട്ടുന്നത്. ഞാനിപ്പോൾ എൻ്റെ മക്കളെയും കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ മോസ്റ്റായിട്ടൊരു പറയാനുള്ള കാര്യം, ഞാൻ വേൾഡിൽ ബിഗ്ഗസ്റ്റ് സേഫ്റ്റി കൺട്രീസിലുള്ളത്, സേഫ്റ്റി ആയിട്ടുള്ള ഒരു കൺട്രിയിലുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഡ്രഗ്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കള്ള് കഞ്ചാവൊന്നും ഇവിടെ വിറ്റാണ്ട് എനിക്ക് ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത്രയും
കൊട്ടിപ്പാടിയാണ്ടൊന്നും നടക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചോറല്ലേ നിങ്ങൾ തിന്നുന്നത്? നേരെ എന്തെങ്കിലും പറയുമ്പോൾ ഇതിനോട് കേൾക്കല. ഈ ഇത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇത്രയും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഞാൻ കള്ളും കഞ്ചാവും അടിച്ചാണ്ട് വിറ്റാണ്ട് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും? ഇത്രയും പബ്ലിക്. ഞാനിപ്പോൾ 1000 ആളുകൾക്ക് കഞ്ചാവ് വിറ്റൂന്ന് കിട്ടിക്കോ, MDMA വിറ്റൂന്ന് കിട്ടിക്കോ, ഇതെല്ലാം ഇപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കണേ. 1000 ആളുകൾക്ക് MDMA വിറ്റാൽ തന്നെ ഏതെങ്കിലും ഒരുത്തനെ പിടിക്കില്ലേ? അവനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എന്നെയും പിടിക്കില്ലേ? ഇത് സ്പീച്ച് ഫ്രീഡം വഴി നമുക്ക് ആരെയും എന്തും വേണമെങ്കിൽ പറയാം. എൻ്റെ അടുത്ത് നിന്ന് MDMA മേടിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ട് എന്ന് വെച്ചെങ്കിൽ മുന്നിൽ കൊണ്ടുവരാം. പിന്നെ അതേമാതിരി തന്നെ എന്നെ വഴിയിലിട്ട് തല്ലി, എന്നെ കടയിൽ നിന്നിട്ട് തല്ലി, ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് കളിക്കുന്നത്. ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ റീച്ചിന് വേണ്ടിയിട്ട് കളിക്കുന്നത്. ഞാൻ എവിടെ ഒരു ചാറ്റിൽ കണ്ടിട്ടുണ്ടാണ്, ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാറ്റിൽ ഞാൻ കണ്ട് ഫാത്തിനെ വഴിയിലിട്ട് അടിച്ച് എൻ്റെ കൂട്ടുകാർ അവിടെ കിടന്ന് ഞാൻ കേട്ട് സൗണ്ട് കരയുന്നതാണ്. അപ്പോൾ ഇത്രയും തെളിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ചെയ്യാവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തോളൂ. ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഈ ബന്ധം വേണ്ട. ഒരു 3-4 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അവരോട് കോംപ്രമൈസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ല. പിന്നെയുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഇങ്ങനത്തെ കെട്ടാക്കണ്ട, ഇങ്ങനത്തെ എടുത്തോ. പിന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങിക്കിടക്കണ ഇപ്പം ഒരു പുതിയൊരു അമ്മായി ഇറങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അതിനോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവസരത്തിനൊത്തിയുണ്ട് എന്തത്താറ്റളൊക്കെ കഥ എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. താത്ത, നിങ്ങളുണ്ടാക്കി തരുന്ന ചോറും തിന്നാണ്ട് നിങ്ങൾ കെട്ടിയോ നിങ്ങളെ അയൽവക്കക്കാരത്തിനെ പോയാണ്ട് പ്ലക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ എടുക്കുന്ന ഡെസിഷൻ അത്രയും ഞാൻ എടുത്തോളൂ. ഇനി അതവിടെ നിൽക്കട്ടെ താത്ത, നമുക്ക് പിന്നെ താക്കാം. ഓക്കെ, ഇതിന് മണിക്കൂറുകൾ ചിലവാക്കാൻ സമയമില്ല. അപ്പോൾ ഇത്രയും ചാറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ. പിന്നെ ഞാൻ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കുന്ന ആളാണ്. ഓക്കെ, എൻ്റെ എക്സ് വൈഫ് എന്ന് പറയുന്ന ആ ഒരു മറ്റവൾ, അവളെ ബോയ് ഫ്രണ്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും, ഇതിൽ വന്ന് കുമ്പസരിച്ച് കിടക്കും. ഞാൻ ഇതാക്കുന്ന ലീഗൽ കേസായിട്ട് കോർട്ടിലും കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടത് സാധാരണ ഇപ്പം എല്ലാവരും ഭാര്യമാരുടെ അടുത്തോ ഭർത്താക്കന്മാരത്തോ എന്തിനുണ്ടെങ്കിൽ ഭാര്യമാർക്ക് കുട്ടികളെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ പാട്ട് നോക്കി പോയി കാര്യം ചെയ്യാം. ഇനി ഈ സ്ത്രീ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഈ മക്കൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെ നടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് 299 ഉറുപ്പ്യ നെറ്റും കയറ്റിയാണ്ട് ആളുകൾ എന്ത് വേണമെങ്കിലും തെറിയും വിളിക്കുക, കമൻറ്റും ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. നിങ്ങൾക്കത് ഫേസ് ചെയ്തിട്ടില്ല സംഭവം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ ഈ ചാറ്റിന്, ഈ ഗൂഗിൾ പേ ചാറ്റിന് നിങ്ങളെ ഭർത്താവിൻ്റെ ഇരുന്നോ ഭാര്യ ഉണ്ടെന്നോ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങളും ഇതേമാതിരിക്കന്നെ പറയുള്ളൂ. അത് നോണയാണ്, അത് സത്യമല്ല, അത് ഉണ്ടാക്കിയതാണ് നിങ്ങൾ പറയുള്ളൂ. എനിക്ക് മനസ്സിലാണല്ലോ നിങ്ങളേക്ക് ഏത് പറയുകയാണുള്ളത്. ഞാൻ കുറ്റം പറയല്ല കേട്ടോ നിങ്ങൾ. ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത നോണ ഉണ്ടാക്കിയിട്ട് ഇവർ വരും. ഇത് ഇവർ ചെയ്ത കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പൊട്ടന്മാരെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, കുമ്പസരിക്കുകയാണ്. ഒരു വിഷയം ഉണ്ടാകുമ്പം 2 സൈഡ് നോക്കാതെ ഒറ്റ സൈഡ് മാത്രം കേട്ടിട്ടുള്ളൊരു വിഷയമാണ്. അവരെ പറഞ്ഞു നന്നാക്കാൻ പറ്റില്ല സംഭവം. നമ്മൾ നിർബന്ധിക്കൊന്നുമില്ല. കാരണം നാട്ടുകാരല്ല എൻ്റെ ലൈഫും എൻ്റെ മക്കളെയും കാര്യങ്ങൾ തീരുമാനിക്കും. ഞാനാണ് വേറെ ഒരു നാട്ടുകാർ തെണ്ടികളുമല്ല. അപ്പോൾ ഇനി അടുത്ത കാര്യം, ഇതിൽ ഈ വ്യക്തികൾ തമ്മിൽ ചാറ്റ് ചെയ്യുന്ന ഒരു ചാറ്റ് നമുക്കൊരിക്കലും ഇപ്പോൾ എവിടെ ഒരു വീഡിയോസിൻ്റെ ഇടയിൽ സ്വന്തം ആങ്ങളെ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ അവൻ്റെ പേര്, സിറാജ് PT. ഞാനാണെങ്കിൽ പൊലയാടി തായോളി മോൻ എന്ന് തന്നെ ഞാൻ അവനെ പറയുള്ളൂ. അവനിട്ട കമൻ്റ് എന്താണെന്നറിയാം, നീ കണ്ടിട്ടുണ്ടോ കൂടെ കിടക്കുന്നത്? അല്ല ചങ്ങായി, കൂടെ കിടക്കുന്നത് ആരെങ്കിലും
ഇനിയിപ്പോൾ എന്താ എനിക്ക് വേണ്ടത്? ഇതിങ്ങനെ കയറി ഇറങ്ങുന്നതാണ് എനിക്ക് വേണ്ടത്, എന്നാലേ നീ വിശ്വസിക്കുള്ളൂ. ഞാനൊക്കെ ചോറാ തിന്നുള്ളൂ. അത് ഇതിൻ്റെ ഒരു സിംറ്റംസ് ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലായോ? ഇതിന് എന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് പൻ്റെ മോനെ നീ ഇതിങ്ങനെ വെളുപ്പിക്കാൻ നടക്കുന്നത്? അംഗീകരിക്കാൻ വയ്യേ നിനക്കൊന്നും? പിന്നെ ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ട് നാണം കെടുത്തുമ്പോൾ ചങ്ങായിയെ നിൻ്റെ പെങ്ങളെ വയറ്റിൽ 10 മാസം ഇട്ടിട്ടുള്ള ഈ കുട്ടികളെ ഫ്യൂച്ചറാണ് ഇല്ലാണ്ടാണത്. ഒരു ടേബിളിൽ ഇരുന്ന് തീർക്കേണ്ട കാര്യമാണ്. നിൻ്റെ പെങ്ങൾ ഒരു വീഡിയോ ഇടും, ഒരു ക്യാപ്ഷൻ ഇടും, അതിൽ പോയിട്ട് വേറെ എന്നെ തെറി വിളിക്കുമ്പോൾ അതിൽ പോയിട്ട് കമൻ്റ് ഇടും. നീ ചോറല്ലേ തിന്നണ്? നിൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു ചാറ്റ് കിട്ടിയാൽ നീ എടുക്കുന്ന തീരുമാനം എന്തേക്കാരം? അത് നീ പോയിട്ടാണോ നിൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പോണേ? ഇത് എക്സ് വൈഫിൻ്റെ ആങ്ങള പള്ളിയാൽ തുടിക സിറാജിനോടുള്ളതാണ്. അതൊരു വാണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് അറിയോ ഒരു സംഭവം എന്താണെന്ന്? ഈ ലവ് ആക്കിയത് ആരെയാണ് അറിയോ? സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ. ഈ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ ലവ് ആക്കിയാണ്ട് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് കാറൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. എടുക്കാൻ നിങ്ങൾ കാറ് പേരിൽ രജിസ്റ്റർ ചെയ്താരേ? ഇവിടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഞാൻ ചോദിക്കുന്നത് ഒരാണിനോടാണ് ചോദിക്കുന്നത്. നിനക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിനോട് നീ മാന്യമായിട്ട് നിൻ്റെ വൈഫിനോട് പറയാണ്, മോളെ ആ വ്യക്തിനായിട്ട് നീ ചാറ്റ് ചെയ്യാനോ മിണ്ടാനോ പോണ്ട, അവരവരെ വാട്ടിൽ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നീ വാണിങ് കൊടുത്ത ആ ഒരു വ്യക്തി വീണ്ടും നിൻ്റെ സ്വന്തം ഭാര്യ അയാൾക്ക് കാർ എടുത്തു കൊടുക്കുക ഒക്കെ ചെയ്താൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? എനിക്കിഷ്ടപ്പെടില്ല. പിന്നെ ഈ കഥാനായകൻ ആരാണ് അറിയേണ്ടത്? കഥാനായകൻ അറിയണ്ടേ? യൂട്യൂബിൽ മനോരമ ന്യൂസിൽ വന്നിട്ടുള്ളതാണ്. നിലമ്പൂർ ഹണി ട്രാപ്പ് 2 ആളുകൾ 10-15-20 കേസുണ്ട്. ഞാൻ അതിൻ്റെ തുപ്പിനിക്കാടൻ ജംഷീർ, മമ്പാട് താണ സ്വദേശി എരഞ്ഞിക്കൽ ഷമീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഭീഷണാക്രമണം, കൂലിത്തല്ല്, കൊലപാതക ശ്രമം, മയക്കുമരുന്ന് കടത്ത് എന്നിങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിൽ നേരത്തെയും പ്രതികളാണ് ജംഷീറും ഷമീറും. ഷമീർ പോക്സോ വകുപ്പിൽ കേസിൽ നേരത്തെ ജയിലിലുമായിരുന്നു. സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികളെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് വിളിച്ചു വരുത്തി ആൺകുട്ടികളെ കൂടെ നിർത്തി വീഡിയോയും ചിത്രങ്ങളും ഇടുകയും ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതുമാണ് സംഘത്തിന്റെ രീതി. 5 ലക്ഷം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്ത സംഭവത്തിലെ ഇരയായ ഒരു വിവരാവകാശ കമ്മീഷന്റെ ഫോട്ടോ ഞാൻ വെച്ചുതരാം. ഇതാണ് സംഭവം. ഞാൻ ഇവരോട് മാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വൈക്ക് പോ. നിങ്ങൾ എന്നെ തോൽപ്പിക്കാനോ നിങ്ങളെ തെറ്റിന് വെളുപ്പിക്കാനോ നടക്കുമ്പം ഇല്ലാണ്ടാകുന്നത് എൻ്റെ മക്കളെ ഫ്യൂച്ചറാണ്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും, എന്തിനാണ് ഈ മക്കളെ ഇവിടെ കൊണ്ടുവന്നത്, മക്കളെ തള്ളക്ക് എന്താ കാണിച്ചു കൊടുക്കാത്തതെന്ന്. ആക്ച്വലി ഈ മക്കൾ എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് 4 വയസ്സും 9 വയസ്സും ഉള്ള സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആണുങ്ങളോടാണ് ചോദിക്കണത്. നിങ്ങളെ മക്കൾ നിങ്ങളോട് നിങ്ങളെ ഭാര്യൻ്റെ സ്വഭാവം പറയുന്നത് അത് പറഞ്ഞു പഠിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ അവർ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നിങ്ങളെ ഭാര്യനെ കുറിച്ചിട്ട് മക്കൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂലേ? ഇനി നിങ്ങളെ ഭാര്യമാരോടാണ് പറയണത്. നിങ്ങളെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് 10 മാസം വയറ്റിലിട്ട മക്കൾ നിങ്ങളെ ഭർത്താക്കന്മാരെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഭാര്യയായിട്ടുള്ള നിങ്ങളോടത് പറയുമ്പം നിങ്ങളത് വിശ്വസിക്കൂലേ? ഞാൻ വിശ്വസിക്കും. കാരണം എന്താ, എൻ്റെ ചോരയാണ് എന്നോട് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ എക്സ് വൈഫിനെ പറ്റിയിട്ട് അവൾ താമസിച്ച വാടകപ്പേരിൽ 2 വർഷമാണ് അവർ വാടക വീട്ടിൽ താമസിച്ചത്. 2 years. ആ 2 yearsൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്നോട് പറയുന്നുണ്ട്. ആ പറയുന്ന വീഡിയോസുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പം ഞാൻ ഈ മക്കളെ എപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എൻ്റെ മോളെ മുന്നിൽ വെച്ചിട്ടാണ് എൻ്റെ മക്കളെ എൻ്റെ വീട്ടിലോട്ടും എനിക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്നതിൻ്റെ പേരിൽ എൻ്റെ എക്സ് വൈഫിനെ കാമുകനായിട്ടുള്ള ഇവൻ വെട്ടിയിട്ട് നെറ്റിമ 16 സ്റ്റിച്ച് വന്നു. അതിൻ്റെ ഒരു ട്രോമയിലാണ് എൻ്റെ മോളുള്ളത്. അപ്പം ഞാൻ റൂമിൽ നിന്ന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ 10 മിനിറ്റ് കൊണ്ട് വിളിക്കും, പച്ചി ഇവിടെ നിൽക്കാൻ പറ്റില്ല, പച്ചിക്കിട്ട് വാ, പച്ചി വാ. അപ്പം ഞാൻ എൻ്റെ ജോലി കളഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ പോകും. തിരിച്ച് ഞാൻ ഓളെയും കൂട്ടിയിട്ട് വരും. മനസ്സിലായോ? അവരുടെ സന്തോഷത്തിനാണ് ഞാൻ ഈ കറങ്ങി നടക്കുന്നത്. അപ്പം ഈ മക്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണിത്. ഇത് ചിലപ്പം അവൾ
അതായത് എക്സ് വൈഫ് ചിലപ്പോൾ പറയും മക്കളെ പേടിപ്പിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ മക്കൾ പറയുന്ന ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവർക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി തട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്ന ആളുകൾ, ചില ആളുകൾ പറയുന്നുണ്ട് മാറത്ത് കിടന്നുറങ്ങിയപ്പോൾ ഞാൻ അടുത്തുണ്ടെന്നാണ്. അല്ല, ഈ കുട്ടികൾക്കും ഇവൾക്കും അതുപോലെ തന്നെ 3 മക്കൾക്കും ഇവൾക്കൊക്കെ ഉള്ള ദുബായ് വിസ എടുത്ത് പോകുന്ന ആളാണ്. ഇത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതാണ്. അതൊരു വർഷമായിട്ട് പിന്നെയും ഇവർ കുത്തിയിട്ട് എന്ത് ചെയ്യാണ്, പല ആളുകൾക്ക് പോയിട്ട് ഇതെന്തിനാണിത് പറയുന്നത് എനിക്ക് മനസ്സിലാണല്ല. ഇതിങ്ങനെ കൊല്ലം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താണ്ട് മാറി മറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യം? വല്ല കാര്യമുണ്ട്? നിങ്ങളൊന്ന് കേട്ട് നോക്കിയാണ് നിങ്ങൾ. ഇതിൽ ആർക്കാ നാണക്കേട്? എനിക്കാണോ? എനിക്കൊരിക്കലും നാണക്കേടില്ല. കാരണം എന്താണ്, ഞാൻ കല്യാണം കഴിച്ച സ്ത്രീ ഞാൻ ഉണ്ടാക്കിയതല്ല, അത് വേറെ ആരോ മോളാണ്. അവളെ കയ്യിലിരിപ്പുകൊണ്ട് അവളെ വഴിക്ക് പോയേന് ഞാൻ എന്ത് പഴച്ച്? ഞാൻ എന്തിനും പഴച്ചോ? ചിലവിന് നോക്കാത്തതിൻ്റെ പേരിൽ പോയതാണെങ്കിൽ രസമുണ്ട്, തിന്നാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ പോയതാണെങ്കിൽ രസമുണ്ട്, ഇനി ഫിസിക്കലി മെൻ്റലി ഇല്ലാത്തതിൻ്റെ പേരിൽ പോയതാണെങ്കിൽ രസമുണ്ട്. ഇതല്ല, ഇത് കഴപ്പ് മൂത്തിട്ട് പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊക്കെ ഭർത്താക്കന്മാരെ മരിക്കന്നെയാണ്. പിന്നെ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ട് ലൈഫിൽ, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് നടന്നുകൊണ്ട് കള്ളും കഞ്ചാവും ഒന്നും അടിക്കാണ്ട് ലൈഫാണ് മുന്നിൽ, ഫ്യൂച്ചറാണ് മുന്നിലെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചുകൊണ്ട് ജോലിയുണ്ട്, വണ്ടിയുണ്ട്, ഫ്ലാറ്റുണ്ട്, കൂലിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയാണ്ട് ചെയ്യുന്ന എന്താണെന്ന് അറിയാം. ഇത് ഡീഫോർമേഷൻ ചെയ്ത് ഒരാളെ മെൻ്റലി തകർത്ത്, എങ്ങനെയും ഫിനാൻഷ്യലി മെൻ്റലി തകർത്ത്, ഇനി വേണ്ട എങ്ങനെയും നോയിക്കോ ഇജാട് കൊണ്ടേക്കോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു മനുഷ്യനെ പീക്ക് ലെവലിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. മനസ്സിലായോ? ഞാൻ ഇത്രയും ചാറ്റ് നിങ്ങൾക്ക് കാണിച്ചെന്ന്, എൻ്റെ മക്കൾ പറയുന്ന കാര്യങ്ങൾ കാണിച്ചെന്ന്, ഞാൻ അവരെ എല്ലാവരും ദുബായ് കൊണ്ടുവരാനുള്ള വിസ 2023 എടുത്ത് ഞാൻ കാണിച്ചെന്ന്. പക്ഷേ ഈ 2 പ്രായപൂർത്തി സംസാരിക്കാൻ അറിയുന്ന ഈ 2 കുട്ടികളാണ് ഈ ഉമ്മാൻ്റെയും ഈ കാമുകൻ്റെയും കഥ എന്നോട് പറയുന്നത്. ഈ കഥ പറയുന്ന ഈ കാമുകൻ്റെയും ഭാര്യൻ്റെയും കഥ പറഞ്ഞു തരുമ്പോൾ ഈ കുട്ടികളെ എന്ത് സേഫ്റ്റിയിലാണ് ഞാൻ പിന്നെ നാട്ടിൽ ആക്കിയിട്ട് പോരുക? സുഹൃത്തുക്കളൊന്ന് പറ, എന്ത് സേഫ്റ്റിയിലാണ് ഞാൻ ആക്കിയിട്ട് വരിക? ഞാൻ ഒരു റിയാക്ടേഴ്സിനോടും ഒരാളോടും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യാത്ത മനുഷ്യനാണ് ഞാൻ. സമൂഹത്തിൽ കൂടെ എൻ്റെ വഴികൾ, എൻ്റെ മക്കൾ, ഞാൻ നീങ്ങിപ്പോണതാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളി. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിച്ചിറക്കുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളി. ഇതിൻ്റെ കേസ് ഓൾറെഡി കോടതിയിൽ നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എന്ത് തന്നെ വെള്ള പൂശാൻ നോക്കിയാലും, എന്ത് തന്നെ നിങ്ങൾ ന്യായം പറഞ്ഞാലും ഒന്നും ഞാനത് ഏൽക്കില്ല. ഇത് ഞാൻ പലവട്ടം ഞാനിത് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ നുണകൾ അടിച്ചിറക്കുമ്പോൾ എനിക്ക് കല്യാണം കിട്ടാത്തതുകൊണ്ട് പോയതാണ് ഞാൻ. എൻ്റെ പെങ്ങൾ MDMലൊന്നും കേസും പ്രതിയൊന്നുമില്ല. മനസ്സിലായി? ഇതൊക്കെ അവർ തന്നെ അടിച്ചെടുക്കുന്നതാണ്. ഡീഫോർമേഷൻ ചെയ്തുകൊണ്ട് വെറുതെ ആളുകൾ ഇതാക്കുമ്പം ഈ പറയുന്ന വീഡിയോസുകളൊക്കെ അവിടെ ഉണ്ടാവും. ഇത്രയും തെളിവുകൾ കണ്ടിട്ട് ഞാൻ എൻ്റെ മക്കളെ എടുത്ത് കൊണ്ടുവന്ന്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മക്കൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്റെ അമ്മച്ചി ഒറ്റടക്കി ചെന്നു. അപ്പൊ മോന് കറിച്ചു. ആര്? കാക്കുപ്പച്ചി. എങ്ങനെ അമ്മച്ചിന്റെ മുറിയായത്? മുറി കാൽ വലിച്ചപ്പോ. ആര് വലിച്ചു? കാക്കുപ്പച്ചി. എന്തിന്? റേഷനയച്ച്. അപ്പൊ കാക്കുപ്പച്ചി അല്ലല്ലോ ഇമ്മച്ചിന്റെ മാപ്പിള, ഇപ്പച്ചിയല്ലേ മാപ്പിള? ആ, നോക്ക് ചാന്റെ മാപ്പിള അടച്ച അപ്പല്ലേ ഇമ്മച്ചെന്താ അവിടെ സിക്കറൊക്കെ ഒട്ടിച്ചു. സിക്കറ് ആരാ ആശുപത്രി കൊണ്ട്? ഫിദു ഉണ്ടായിനി അപ്പൊ അവിടെ? അപ്പൊ കാക്കു വെച്ച് അന്നാണ് എന്നെ വിളിച്ചാണ്ട് നിംസ് പോയി. എവിടെ? നിംസില്ലേ നമ്മളെ ഹോസ്പിറ്റല് വണ്ടൂര്? ആ, അവിടേക്ക് പോയി. ഞാൻ അവിടെ ഇട്ട് പോന്നിക്കണെങ്കിൽ വല്ല കിണറ്റിലോ കൊക്കയിലോ ഉണ്ടാവും.
ആർക്കാ പോണത്? നിങ്ങൾക്കെല്ലാം പോവോ? 299 റുപ്യ റീചാർജും ചെയ്താണ്ട് മറ്റുള്ളവൻ്റെ വീഡിയോസും കണ്ടാണ്ട് ഇതിൽ വന്നാണ്ട് തെറി വിളിക്കുന്ന നിങ്ങളെ കുടുംബമൊക്കെ സെറ്റാണോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെല്ലാവരും ഓക്കെ ആണോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കെട്ടിയവനും കുട്ടികളും മക്കളും ഭാര്യയും ഒക്കെ ഓക്കെ ആണോ? അതോ നിങ്ങൾ സഹിച്ച് ജീവിക്കുന്ന പോലെ ഞാനും സഹിച്ച് ജീവിക്കണോ? ഭാര്യ അതിലെ പോയതിൻ്റെ പേരിൽ ഭർത്താവ് സഹിച്ച് ജീവിക്കുക, ഭർത്താവ് ഇതിൻ്റെ പേരിൽ പോയതിൻ്റെ പേരിൽ ഭാര്യ സഹിച്ച് ഞാൻ ഒറ്റപ്പാത്രത്തിൽ നിന്നേ ചോറുന്നതുള്ളൂ. അതേ പഠിച്ചിട്ടുള്ളൂ ഞാൻ. അപ്പം എനിക്ക് തോന്നി ഇപ്പം ഞാൻ തോന്നിയ മണിക്ക് ജീവിക്കുന്നത് എൻ്റെ ഹാപ്പിനെസ്സാണ്. അത് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അല്ലേ? അപ്പം എൻ്റെ മക്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഇതിന് വേണ്ടിയിട്ടല്ല. കാരണം എന്താണെന്നറിയോ, സോഷ്യൽ മീഡിയയിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ മക്കൾ കാണുന്നത് കാരണം ഇപ്പം ഇവരെ ട്രോമയിൽ നിന്ന് വീണ്ടും നിങ്ങൾ ട്രോമയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഞാനല്ലട്ടോ കൊണ്ടുപോകുന്നത്, ഈ എക്സ് വൈഫ് എന്ന് പറയുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ മക്കളെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇവരെ കേസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് വിവരമല്ലാണ്ട് വട്ടം വന്ന് ചാടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഹൈക്കോർട്ടിൽ ഈ കുട്ടികളെ കേസ് നടക്കുന്നുണ്ട്. അന്വേഷിച്ച് നോക്കിയാൽ മതി. ഓൾറെഡി കേസ് നടക്കുന്നുണ്ട്. വെറുതെ ഇതിൽ വട്ടം ചാടിയാണ്ട് ആ ഒരു കുട്ടി കംപ്ലൈൻറ്റ് കൊടുത്താൽ തീരാവുന്ന കഴപ്പുകളെ ഇങ്ങൾക്കുള്ളൂ. ആ കഴപ്പ് മാറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയാം? ആ കഴപ്പ് മാറ്റാത്ത പിന്നെ എൻ്റെ കാല് പിടിച്ച് വരേണ്ടി വരും പല ആളുകളും. ഓൾറെഡി ഈ മക്കളെ കേസ് കുടുംബ കോടതിയിലും വിട്ട് ഹൈക്കോടതിയിലാണ് നടക്കുന്നത്. ഈ കുട്ടികളെ കസ്റ്റഡിഷിപ്പിന് വേണ്ടിയിട്ട്. ഈ കുട്ടികൾ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? ഞാൻ ജോലി ചെയ്തിട്ടല്ലേ? ഇത് ദുബായിയാണ്. ഞാൻ വിസ അടിക്കണം, പൈസ വേണം, ജോലിക്ക് പോകണം, മക്കളെ എഡ്യൂക്കേഷൻസ് നോക്കണം. അപ്പോൾ ഈ സ്ത്രീ ഇവരെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ വേറെ വല്ലവരും എന്നെ എൻ്റെ മക്കളെ പറ്റിയിട്ടോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആക്ച്വലി യാഥാർത്ഥ്യതാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചോറല്ലേക്കാരും ചിലപ്പോൾ തിന്നുക. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഈ 2 കുട്ടികളെ കൊണ്ടുവന്നു പറഞ്ഞില്ലേ? ഈ കുട്ടികളെ ഇത്രയും പബ്ലിക്കലി ഇതുപോലെ മോശമാക്കി ചിത്രീകരിച്ചത് നിങ്ങളും അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുമാണ്. അവളെ കാമുകനാണിത്. ഇത്രയും വലിയൊരു പ്രതിൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു പ്രതിയായിട്ട് 10-25 കേസിലെ പ്രതിയായിട്ടുള്ള ഈ ഒരു പയ്യൻ, ഈ ഒരു ആളെ കൂടെ നാളെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അവിടെ യാത്ര ചെയ്യുമ്പം ആ പ്രതിനോടുള്ള വൈരാഗ്യം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ എൻ്റെ മക്കളോട് അവൻ്റെ ശത്രുക്കൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ആർക്കാ? എൻ്റെ മക്കൾക്ക് എനിക്കാ നഷ്ടപ്പെടുന്നത്. കമൻ്റ് ഇട്ടുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് എളുപ്പിക്കാറ്. ഞാനിത് ഇവിടെ വന്ന് പറയണം എന്നുണ്ടെങ്കിൽ ചില ആളുകളെ കമൻ്റൊക്കെ കേട്ടാണ്ടല്ലോ, ഞാൻ ഇന്നലെ മക്കളെ വീഡിയോസ് നിർത്തിയെന്ന് പറഞ്ഞപ്പം ഉമ്മാനെ കൂട്ടുന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തൊരു നിങ്ങൾക്ക് വല്ലതും അറിയുമോ സംഭവം? ആ ഇട്ട കമൻ്റ് അവിടെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഈ കഥയൊക്കെ കേട്ട് ഞാൻ തന്നെ പല്ല് കുത്തി മണപ്പിക്കണം, എനിക്ക് മനസ്സിലാവണില്ല. എനിവേ, ഇതാണ് യാഥാർത്ഥ്യം. ബൈ സി യു. ശ്രദ്ധിക്കുക, ഈ കുട്ടികളെ കേസ് ഓൾറെഡി നടക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടുകൊണ്ട് വല്ല ഇതിറ്റകളെ പുറകെ കൂടുമ്പം എനിക്കൊരു പോസ്കോ കേസ് ഫയൽ ചെയ്യാൻ അധിക സമയം വേണ്ട. ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.